എന്തൊക്കെയാണ് നാട്ടുകാരെ നമ്മുടെ നാടുകൾ നടക്കുന്നത്. നമ്മുടെ ജില്ലയിൽ വരെ എത്തി, താലൂക്കിലും എത്തി, നമ്മുടെ മഹല്ലുകളും എത്തി എന്നർത്ഥം. നമ്മുടെ മഹല്ലുകൾ വരെ എത്ര പെൺകുട്ടികളായി ചാടിപ്പോകുന്നത്. ആരാണ് എന്താണ് ഈ കേൾക്കുന്നത്? 10, 18, 20 കൊല്ലമൊക്കെ പോയി ഒരു വൃത്തികെട്ടവന് വേണ്ടി, ഒരു വൃത്തികെട്ട ഒരു ചെക്കന് വേണ്ടിയിട്ട് അവൻ എത്ര പെൺകുട്ടികളെ പ്രേമിച്ച് നടന്നവനാണ്, അവൻ എത്ര പെൺകുട്ടികളെ ചാടിച്ചവനാണ്. അവന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി. ഷാല ഷെറിൻ എന്ന് പറഞ്ഞൊരു യുവതി ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെ ഒളിച്ചോടി പോയല്ലോ. ഒരു പ്രവാസിയെ ഇട്ടേച്ച്, പ്രവാസി നാട്ടിൽ വരുന്ന സമയം നോക്കി ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെ ഒളിച്ചോടി പോയി. ഇപ്പം ആ പോയ അവൾ ആ ഒരു കുട്ടിയും കൊണ്ടാണ് പോയേക്കുന്നത്. 7 വയസ്സുള്ള അവരുടെ കുട്ടിയും കൊണ്ടാണ്, ആ ഷാല ഷെറിൻ്റെയും ആ പ്രവാസിയുടെയും കുട്ടിയും കൊണ്ടാണ് പോയേക്കുന്നത്. 3 കുട്ടികളുള്ള ഒരുത്തൻ്റെ കൂടെ, ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ ആ കഴിഞ്ഞ ദിവസം CCTV ദൃശ്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ്, ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. കാരണം ഇതുപോലുള്ള ഷാല ഷെറിന്മാരെ, കാരണം ഈ ഒരു വിഷയത്തെ ഇപ്പം ഈ ഷാല ഷെറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കാണും. പക്ഷേ ഇതിനോട് യോജിക്കാത്ത, ഇവൾ ചെയ്ത ഈ പ്രവൃത്തി ഒട്ടും ശരിയല്ല എന്ന് തോന്നുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ ഇതിനെ ഇവൾ ചെയ്തതിനെ ന്യായീകരിക്കാത്ത ആളുകളുണ്ടെന്ന് അറിയാനാണ്. ഒരുപാട് ആളുകൾ ന്യായീകരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവൾ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി, സ്വന്തം ഇഷ്ടപ്രകാരം പോയി ഇറങ്ങിപ്പോയതാണെങ്കിൽ ഓക്കെ, നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ ഈ കുട്ടിയും കൂടെ കൊണ്ടുപോയിട്ടുള്ള അവളെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? ഓക്കെ, എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മഹല്ലിലെ ഉസ്താദിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതും കൂടെ ഞാൻ വെച്ച് തരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം. കാരണം അത് കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും കാണണം. കാരണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം കുടുംബത്തിൽ ഇതുപോലുള്ള ഒരു വിഷയം നടക്കാൻ സാധ്യത ഇല്ലെന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ കാണണം, മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തായാലും ആ ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ വെച്ച് തരാം, സ്കിപ്പ് ചെയ്യല്. അപ്പോൾ അതിന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അഭിപ്രായം കൊണ്ടൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസൊക്കെ 4 പേരിൽ എത്തത്തുള്ളൂ. നിങ്ങൾക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനൊക്കെ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ലൈക്ക് ചെയ്ത് ചാനലിൽ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ ഷാല ഷെറിൻ ഞാൻ ഇവിടെ വീഡിയോ വയ്ക്കുന്നുണ്ട്. ഇവൾ കൊണ്ടുപോയ 7 വയസ്സുള്ളൊരു കുട്ടി എങ്ങനെ സേഫാണെന്ന് പറയാൻ പറ്റും? കാരണം ഈ വീഡിയോയിലൂടെ തന്നെ എല്ലാം അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ആ വീഡിയോയിൽ തെളിവുണ്ട്. നിങ്ങൾ നോക്കിയേ, ആ കുട്ടി വെളിയിലാണ്. ആ കുട്ടിക്ക് ഒരു കെയർ പോലും കൊടുക്കാതെ ഈ 2 എണ്ണം കൂടെ അകത്ത് കയറിയെന്ന് കടയിൽ നിന്ന് സാധനം മേടിക്കണം. ആ കുട്ടിയെക്കാളും കെയർ ആ ഇറങ്ങിപ്പോയ ആ മൊബൈൽ ഷോപ്പുകാരന് കൊടുക്കുന്ന ഒരു രംഗം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തോളത്തൂടെ കയ്യൊക്കെ ഇടുന്നല്ലേ. ആ കുട്ടി എന്ത് ചെയ്യുവാണെന്ന് പോലും തിരിഞ്ഞു പോലും നോക്കാതെ, ആ കുട്ടിയെ ചേർത്ത് നിർത്താതെ പോയിട്ടുള്ള ഇവളെ അടുത്ത്, അല്ലെങ്കിൽ ഇവളെയും ഇവൻ്റെ അടുത്ത് ആ കുട്ടി സേഫാണോ? അല്ല, ഒരിക്കലുമല്ല. ആ കുട്ടി സേഫല്ല. ഇതെനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് ഇവരെ കണ്ടുപിടിച്ച്, പോലീസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇവരോട് ഹാജരാവാൻ പറഞ്ഞിട്ട് പോലും ഹാജരാവാൻ കൂട്ടാക്കുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ഇവരെ കണ്ടുപിടിച്ചിട്ട് നിയമപരമായി ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് ശിക്ഷ കൊടുത്തിട്ട് ആ കുട്ടിയെ സേഫാക്കണം. കാരണം ഇവരെ കയ്യിൽ ആ കുട്ടി സേഫേ അല്ല. കാരണം നമ്മൾ ഡെയിലി എന്തൊക്കെ വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ, എന്തൊക്കെ വാർത്തകളാണ്. അപ്പം ഇത്രയും കെയർലെസ് ആയിട്ട് ആ കുട്ടിയെ കൂടെ കൊണ്ട് കിടക്കുന്ന ഇവരുടെ അടുത്ത് കുട്ടി സേഫാണോ? അല്ല. ആ കുട്ടി കുട്ടിക്ക് അറിയത്തില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ആരോടാണ് പോകുന്നത് ഒന്നും അറിയത്തില്ല. ആ രീതിയിലാണ് ആ കുഞ്ഞിൻ്റെ മനസ്സും ആ ഒരു നിൽപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ രക്ഷിച്ച് സംരക്ഷിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കയ്യിലേൽപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം, മഹല്ലിലെ ഉസ്താദ് പറയുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ, സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്ക്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതുപോലുള്ള ആളുകൾ പറയുന്നത് കേട്ടാൽ മാത്രമേ കുറച്ചുകൂടെ നമുക്ക് തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചിന്തകൾ ഇതുപോലുള്ള ഷാല ഷെറിന്മാരെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എത്ര കുടുംബങ്ങളാണ് ഇവിടെ നശിച്ച് നാരായണക്കല്ലായി പോകുന്നത്, എത്ര മക്കളുടെ ഭാവിയാണ് ഇവിടെ തകർന്ന് തരിപ്പണമാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി ഇവർ ഈ കാണിക്കുന്ന അപരാധങ്ങൾ കാരണം. എന്തായാലും ആ ഉസ്താദ് പറയുന്നത് കൂടെ നിങ്ങളൊന്ന് കേട്ടുപോകെ. ഒരു പെൺകുട്ടി പൊന്നുമ്മയുടെ, ഞാനിത് പറയുമ്പോൾ എന്തൊക്കെയാണ് നാട്ടുകാരെ നമ്മുടെ നാടുകൾ നടക്കുന്നത്. നമ്മുടെ ജില്ലയിൽ വരെ എത്തി, താലൂക്കിലും എത്തി, നമ്മുടെ മഹല്ലുകളും എത്തി എന്നർത്ഥം. നമ്മുടെ മഹല്ലുകൾ വരെ എത്ര പെൺകുട്ടികളായി ചാടിപ്പോകുന്നത്. എന്താണ് ഈ കേൾക്കുന്നത്? 10, 18, 20 കൊല്ലമൊക്കെ പോറ്റി വളർത്തിയ ആ പൊന്നുമ്മയെ 1 മിനിറ്റ് സുഖത്തിന് വേണ്ടി,
ഒരു 2 മിനിറ്റ് ഏതോ ഒരു ചെക്കൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഈ പാവങ്ങളെ വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടി, നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതിൻ്റെ ദുർഗതി, അതിൻ്റെ ഒരു വിഷമകരമായ അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി, ഈ ഉമ്മ കൂടെ പോയി മോളെ എന്ന് വിളിച്ചിട്ട് ആ പൊന്നു ഉമ്മ മകളുടെ ചാരത്ത് ചെന്ന് മോളണച്ചുകുട്ടി കരയുമ്പോൾ ഈ പെൺകുട്ടി ഉമ്മാനെ വലിച്ചെടുക്കുന്ന കാഴ്ച കാണും. ഉമ്മയെ വലിച്ചെടുന്ന കാഴ്ച, നഊദുബില്ല. ആ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടിയൊരു കഥ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. ഇന്ന് ആ പെൺകുട്ടിയുടെ ദുർഗതി നിങ്ങൾക്ക് കേൾക്കണം. അന്ന് ഞാൻ വഅദ് പറഞ്ഞത് എന്താണെന്നറിയോ? അത് നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ആ ഉമ്മ മകളുടെ കാൽക്കലങ്ങ് വീണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പറഞ്ഞത്? എൻ്റെ ഉമ്മ പെങ്ങന്മാർക്കൊക്കെ ചിലവർക്കൊക്കെ അറിഞ്ഞേക്കാം, അതിൻ്റെ സീഡികളും ഇറങ്ങിയിട്ടുണ്ട്. ആ പെൺകുട്ടി മുഖത്ത് നോക്കിയിട്ട് അവിടെയുള്ള ആളുകൾ പറയുക, മോളെ നിൻ്റെ ഉമ്മയാണ് വന്നിട്ടുള്ളത്, മോളെ നിൻ്റെ ഉമ്മയാണ് വന്നിട്ടുള്ളത്, ഉമ്മ നിന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടി പച്ചയിൽ പറഞ്ഞു, ഉമ്മനിക്ക് വേണ്ട, ഉമ്മനിക്ക് വേണ്ട. ഉടനെ തന്നെ ആ 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ മോളെ കാൽക്കലങ്ങ് വീടുന്നുണ്ട്. അതിൻ്റെ വീഡിയോക്ക് ഒന്ന് കാണാൻ നല്ലതാണ്. കാൽക്കലങ്ങ് വീടുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മോളെ ആ ഉമ്മ കാൽക്കലങ്ങ് വീണ് മകളുടെ 2 കാലും കൂട്ടിപ്പിടിക്കുന്നുണ്ട്. മകളുടെ 2 കാലിനിടയിലാണ് ഉമ്മയുടെ തല. ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നറിയോ? ആ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്നുണ്ട്. മോളെ എന്താണ് മക്കളെ, ആരുടെ നെഞ്ചത്താണ് നീ ചവിട്ടുന്നത്? നിനക്ക് 2 കൊല്ലത്തോളം മുലയൂട്ടി തന്ന, നിനക്ക് 2 കൊല്ലത്തോളം മുല നൽകിപ്പോയ, മുലപ്പാല് നൽകിയ ആ പൊന്നുമ്മയുടെ മാറിടത്തിലാണ് മോളെ നീ ചവിട്ടുന്നത്. ആർക്ക് വേണ്ടി? ഒരു വൃത്തികെട്ടവന് വേണ്ടി, ഒരു വൃത്തികെട്ട ഒരു ചെക്കന് വേണ്ടിയിട്ട്. അവൻ എത്ര പെൺകുട്ടികളെ പ്രേമിച്ച് നടന്നവനാണ്, അവൻ എത്ര പെൺകുട്ടികളെ ചാടിച്ചവനാണ്. അവന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി പൊന്നുമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്നത്. ചവിട്ടിയപ്പോഴും ഈ ഉമ്മ കാല് വിട്ടില്ല പെൺകുട്ടിയെ. അവസാനം ഈ പെൺകുട്ടി ചെയ്യുന്നുണ്ട്. എനിക്ക് മുതഅല്ലിമീങ്ങൾ ആ ക്ലിപ്പൊന്ന് കാണിച്ചു തന്നു. എൻ്റെ മനസ്സ് പതറി. കാരാണ് ഈ പെൺകുട്ടി ആ ഉമ്മയുടെ കവടത്ത് ഇങ്ങനെ ചവിട്ടി നിന്നപ്പോൾ, ഒരു ഉമ്മയുടെ കവടത്ത് ചവിട്ടി നിൽക്കുന്ന കണ്ടപ്പോൾ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്ത പുളകി മറിയുന്ന ഉമ്മ കൈവിട്ടു. കൈവിട്ട സമയത്ത് ഈ പെൺകുട്ടി ഓടി ചെക്കൻ്റെ കൂടെ, അവൻ ബൈക്കിലിരിക്കുന്ന ചെക്കൻ്റെ കൂടെ പോയി ബൈക്കിൻ പിന്നിൽ ആ ബൈക്കിന് പോകുന്നതും ഈ ഉമ്മ അപ്പോഴും എഴുന്നേറ്റിട്ട് വിളിക്കുന്നൊരു വിളിയുണ്ട്, മോളെ എന്നൊരു വിളി. ഉമ്മാക്കാരുമില്ല, ഈ ഉമ്മാക്ക് പെൺകുട്ടിയല്ലാതെ ആരുമില്ല. മോളെ എന്നൊരു വിളി വിളിക്കുന്നുണ്ട്. മോളെ. ആ ഉമ്മയുടെ നെടുവീർപ്പ് ആരോട് പറയാൻ കഴിയും? പക്ഷേ ഞാനിപ്പോൾ വഅദ് പറയുമ്പോൾ, അന്ന് നിങ്ങളോട് വഅദ് പറഞ്ഞ സമയത്ത് ആ പെൺകുട്ടി ചാടിപ്പോയ കഥയാണ്. ഇന്ന് ആ പെൺകുട്ടി ആർക്കും വേണ്ടാത്ത ഉപ്പ് തൊട്ട കലം പോലെ ഈ ഉമ്മയുടെ കൂടെയുണ്ടെന്ന് ഓർക്കണം. ആരുമില്ല അവൾക്ക്, ഈ ചെക്കനില്ല, മറ്റുള്ളവരില്ല. വേറെ കാരണം ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയി. പിന്നൊക്കെ പ്രശ്നം തന്നെ. ആർക്ക് വേണം ഈ കാണുന്ന ജീവിയെ? അത് മൈക്കിലൂടെ പറയാൻ പ്രയാസമുണ്ട്. അവസാനം ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഈ പെണ്ണ് ആ ഉമ്മ ഇങ്ങനെ നോക്കി വളർത്തുന്നുണ്ട്. ആർക്ക് വേണം? പക്ഷേ ഉമ്മ കൈവടിയോ? മക്കളെ, ഉമ്മ കൈയൊടുക്കോ? ആ ഉമ്മയല്ലേ പെൺകുട്ടിയെ 10 മാസം നൊന്ത് പ്രസവിച്ചത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഉമ്മയുടെ നെഞ്ചത്തുള്ള എല്ലുകൾ കൊത്തിമുറിച്ചാൽ ഉമ്മയുടെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന. മോളെ, നിന്റെ നെഞ്ചത്തുള്ള എല്ലുകൾ കൊത്തിമുറിക്കുന്നുവെങ്കിൽ നിന്റെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന ഈ പെൺകുട്ടിയെ പ്രസവിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഉമ്മ സഹിച്ചിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത ചണ്ടിയായി ഏതോ ഭാഗത്തുണ്ടെന്ന് കേട്ടപ്പോൾ അവിടെ ഓടിയെത്തിയതും ഈ ഉമ്മ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറെ ചാടിപ്പോയ പെൺകുട്ടികളുണ്ട്. അവസാനം ചാടിപ്പോയി തിരിച്ചു വരുമ്പോൾ മോളെ എന്ന് വിളിച്ചിട്ട്, കാരണം ഉമ്മാക്ക് കൈയൊടിക്കാൻ കഴിയില്ല, ഉമ്മാക്കൊരിക്കലും അവളെ കൈയൊടിക്കാൻ കഴിയില്ല. മനസ്സ് വേദനയുണ്ട്, പക്ഷെ മക്കളെ കൈയൊടിക്കാൻ കഴിയോ? ഈ പെൺകുട്ടി ആ പെൺകുട്ടിയെ പോയി വയറ് നിറയെ ഭക്ഷിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുമോളെ എന്ന് പറഞ്ഞ്, ഏത് മോളെന്നറിയോ? ഈ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നിന്ന പെൺകുട്ടി, ഉമ്മയുടെ കവളത്തെ ചവിട്ടിയിട്ട് ഒരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയവളെ
കൊണ്ടുവന്ന് വീട്ടിലിരുത്തി വയറു നിറയെ ഭക്ഷിപ്പിച്ചുകൊണ്ട് കഴിക്കുമോളെ എന്ന് പറഞ്ഞ് വീണ്ടും വളമ്പി കോരിക്കൊടുക്കുന്ന ഉമ്മ. ഒരവസ്ഥയിൽ നിന്ന് ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം കേട്ടോ. എന്താണ് എൻ്റെ പെൺകുട്ടികളോട് ഞാൻ പറയുക, മോളെ അരുത് മക്കളെ, അരുത്. ഉമ്മാനെ നിങ്ങൾ വലിച്ചെറിയരുത്, നമ്മുടെ ഉപ്പയെ വലിച്ചെറിയരുത്. പാവങ്ങളാണ്, സാധുക്കളാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ ഇന്ന മിനൽ കബായിർ മിനൽ കബായിരി ശത്മുർ റജുലി, ഇന്ന മിനൽ കബായിരി ശത്മുർ റജുലി വാലിദൈ. ഒരു മനുഷ്യൻ ബന്ധോഷത്തിൽപ്പെട്ടതാണ് ഒരു ആൺകുട്ടി മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളത്, മാതാപിതാക്കളെ എന്തെങ്കിലും അതുകേടായി സംസാരിക്കുക എന്നുള്ളത്. മാതാപിതാക്കളെ ചീത്ത പറയുന്ന മക്കളെ അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെ, തെറി വിളിക്കുന്ന മക്കളെ, മാതാപിതാക്കളെ അകറ്റി നിർത്തുന്ന മക്കളെ മൽഊനുൽ മൽഊൻ മൻ ലഅന അബാ. ഉപ്പാനെ തെറി വിളിക്കുന്ന മക്കൾ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഉപ്പയെ മോശമാക്കുന്ന മക്കൾ, ഉപ്പയെ തെറി വിളിക്കുന്ന മക്കൾ പേരെടുത്ത് പറയുന്നു ഉപ്പ എന്ന്. മൽഊനുൻ മൻ ലഅന അബാ മൽഊൻ മൻ ലഅന ഉമ്മഹു. റസൂലുള്ളാഹിയാണ് പഠിപ്പിക്കുന്നത്, മഹാന്മാരാണ് വിവരിക്കുന്നത്, പണ്ഡിത ലോകമാണ് എഴുതി വെക്കുന്നത്. ഉപ്പയെ ചീത്ത പറയുന്ന മക്കൾ, ഉമ്മയെ തെറി വിളിക്കുന്ന മക്കൾ, ഉമ്മയെ കരയിപ്പിക്കുന്ന മക്കൾ അവർ ശാപത്തിൻ്റെ ഉടമയാണ്. ഫഅലൈഹി ലഅനത്തുല്ലാഹ് ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അവർക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ട്, അവർക്ക് അല്ലാഹുവിൻ്റെ ലഅനത്തുണ്ട്. ഇത് മഹാന്മാർ എഴുതി വെക്കുന്നുവെങ്കിൽ നഊദു ബില്ലാഹ്. ഞാൻ എൻ്റെ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നു, പ്രണയ കല്യാണത്തിൻ്റെ അന്ത്യമെന്തെന്ന് ചോദിച്ചാൽ പ്രണയ വിവാഹം പ്രേമിച്ച് കല്യാണം നടത്തുന്നത് കൊണ്ട് പ്രേമവിവാഹം, പ്രണയവിവാഹം അതുകൊണ്ട് ലഭിക്കുന്ന ഭവിഷ്യത്ത് മാതാപിതാക്കളുടെ കൽബ് പൊട്ടിക്കൽ തന്നെയാണ്. നിങ്ങൾ പറയും, ഏത് പെൺകുട്ടിയാണ് ഒരു ചെക്കനെ ഇഷ്ടപ്പെട്ട് സ്വയം കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് ഏത് ഉമ്മയുടെ വാപ്പയുടെ അകത്തടത്തിലാണ് സന്തോഷമുള്ളത്? പുറത്ത് കുടുങ്ങി വടിയൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഈ എടക്കര ഭാഗത്തല്ലേ, കഴിഞ്ഞ പ്രായം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ തൊട്ടടുത്ത് പള്ളിയെന്നാ ഭാഗത്ത് എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ എടക്കര ഭാഗത്ത് പെണ്ണ് എനിക്ക് ഇന്ന ചെക്കൻ എന്നെ കല്യാണം കഴിച്ചു, പേരെടുത്ത് പറഞ്ഞത്രേ, പേരെടുത്ത് പറയുക, ഇന്ന ആൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം. മോളെ 18 തികഞ്ഞ് 2 ആഴ്ചയല്ലേ ഉള്ളൂ, അപ്പം ഈ പെൺകുട്ടി വരെ ഞാൻ ചാടിപ്പോകുന്നു, ഉമ്മാൻ്റെ മുഖത്തൊക്കെ ഞാൻ ചാടിപ്പോകുന്നു പറഞ്ഞു. അത് ഉമ്മ വാപ്പാനോട് പറഞ്ഞു. അപ്പോൾ ഉപ്പ നാട്ടിലൊരു നല്ല മനുഷ്യനാണ്, 5 വക്തിനും പള്ളി ഒരു സാധു. ആ ഉപ്പ പറഞ്ഞു ഭാര്യയോട്, ഈ ഉമ്മയോട്, ചാടിപ്പോയാൽ നമ്മുടെ ജീവിതമൊക്കെ പോയില്ലേ, ഈ നാട്ടിൽ പിന്നെ തലപൊക്കി നടക്കണം, അപ്പോൾ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാറ്. കല്യാണം കഴിച്ചു കൊടുത്തു, എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ടറിയാം. കല്യാണം കഴിച്ചു, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് പറയുകയാണെങ്കിൽ എനിക്കവനെ വേണ്ട. ഇത്ര എളുപ്പമുണ്ടറിയാം, ലക്ഷങ്ങൾ മുടക്കി കല്യാണം നടത്തിയിട്ട് പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പെട്ടെന്നാ എനിക്കവരെ വേണ്ട. അപ്പോൾ ഉമ്മ അത് ഈ വാപ്പയോട് പറഞ്ഞു. ഉപ്പ വന്ന് മോളോടൊന്ന് ദേഷ്യം പിടിച്ചെന്തോന്ന് പറഞ്ഞു പോയതാണ്. ഉടനെ തന്നെ പെൺകുട്ടി ഫോൺ ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് പറഞ്ഞു, പ്രായപൂർത്തി 18 വയസ്സ് തികയാതെ എൻ്റെ ഉമ്മയും ഉപ്പ എന്നെ കല്യാണം കഴിച്ചു വിട്ടുപോകുന്നു. ആ പാവങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 20 കൊല്ലത്തെ തടവ് ശിക്ഷ. നാട്ടുകാരൊക്കെ കൂടി ഇപ്പം രക്ഷപ്പെടുത്തിയെന്ന് അറിയാൻ കഴിഞ്ഞു. എന്താവട്ടെ, ഈ പെൺകുട്ടി ഒരൊറ്റ കോള്, ഉപ്പൊന്ന് ദേഷ്യം പിടിച്ചിട്ടുള്ളൂ, വാപ്പാക്ക് ദേഷ്യം പിടിക്കാൻ അധികാരമൊന്നുമില്ല. മക്കളെ, എന്താണ് കുട്ടികളെ നിങ്ങൾ ഈ പറയുന്നത്? ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഭാവിയിൽ എത്ര നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഉപ്പ ദേഷ്യം പിടിക്കുമ്പോഴേക്കും ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കേ. എന്തൊരു ദുർഗതി, നഊദു ബില്ലാഹ്. വളരെ മോശപ്പെട്ടൊരവസ്ഥ. 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ, ഒരു ഉമ്മാനെ വെട്ടിക്കൊന്നിട്ട് പോകും.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പഠിത്താണ്, ഒരു കൊല്ലം തികയുന്നേ ഉള്ളൂ. ഒരു ഉമ്മയെ വെട്ടിക്കൊന്നു, ഒരു ഉമ്മയെ പച്ചയിൽ വെട്ടിക്കൊന്നു. ഒരു മകൻ ഉപ്പയുടെ കഴുത്തറുത്തു. ഇത് രണ്ടും മലയാള മണ്ണിൽ നടന്നുപോയൊരു സംഭവമാണ്. ബാപ്പയുടെ കഴുത്തറുക്കുമ്പോൾ കോടിനറുക്കുന്നത് പോലെ സക്രാത്തിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനെ പിടയുമ്പോൾ ഉപ്പ ചോദിച്ചത്രേ, ഒരു തുള്ളി വെള്ളം താ മോനെ. മോൻ കൊടുത്തില്ല. പെടഞ്ഞ് വാപ്പ മരിച്ചു. അവൻ പറയാണത്ര, എനിക്ക് ഉപ്പയാണെന്ന് തിരിഞ്ഞു പോയില്ല, മനസ്സിലായില്ല. ഇനി എവിടെ പോയി? വാപ്പ പോയില്ലേ, ഇനി എന്ത് ചെയ്യും? ലോകത്ത് എന്തു കൊടുത്താലും മക്കളെ എഞ്ഞൊരുപ്പാന കിട്ടും. ഒരു എളാപ്പ പോയ മറ്റൊരു എളാപ്പയുണ്ടാവും. ഒരു മൂത്താപ്പ ഇല്ലെങ്കിൽ മറ്റൊരു മൂത്താപ്പ ഉണ്ടാവാം. ഒരു എളാമയില്ലേ മറ്റൊരു എളാമയുണ്ടാവാം. ഒരു ഉമ്മ പോയാൽ ഇനി ലോകത്തൊരു ഉമ്മാനെ കിട്ടുമോ? ഒരു ഉപ്പ പോയാൽ ഈ ഭൂമിയിൽ ഒരു വാപ്പാനെ കിട്ടുമോ? നിങ്ങൾ പറയും. ആരാണ്? എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ഈ ചില്ലറ വിഷയത്തിന് വേണ്ടി മാതാപിതാക്കളെ അകറ്റി നിർത്തിയിട്ടും വേദനിപ്പിച്ചുകൊണ്ടും ജീവിക്കുന്നുവെങ്കിൽ മോനെ, എൻ്റെ ചെറുപ്പക്കാരായ കുട്ടികളോട് ചോദിക്കുന്നു, മക്കളെ, നിങ്ങൾ ഒരു വേള നീ രാത്രി കിടക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. ഉപ്പയുടെ കണ്ണടഞ്ഞാൽ ഇനി ലോകത്തൊരു ഉപ്പാനെ കിട്ടുമോ നമുക്ക്? നമ്മുടെ ഉമ്മയുടെ കണ്ണടഞ്ഞാൽ ഭൂമിയിലൊരു ഉമ്മാനെ കിട്ടുമോ? കോടിക്കണക്കിന് ഡോളർ കൊടുത്താൽ എന്താ അല്ലേ? ഈ ഉസ്താദ് പറയുന്നത് പോലെ തന്നെ കറക്റ്റ് കാര്യങ്ങളാണ്. പോയി കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിനെയൊക്കെ സ്വീകരിക്കാനെ കൊണ്ട് ഇവരെ വീട്ടുകാർ തന്നെ മുൻപന്തിയിൽ കാണും. അതുകൊണ്ടാണ് വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ നിയമപരമായിട്ട് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും എവിടെയും ആവർത്തിക്കത്തില്ല. അതുപോലെ പോയിട്ട് തിരിച്ചിതുപോലെ എവിടെയെങ്കിലും പോയി തേഞ്ഞൊട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു കയറി വരുന്ന ടീംസിനെ സ്വീകരിക്കാതിരിക്കുക. അതേ എനിക്കും പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. സീ യു.